കൂടെ നമുക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് SBI ക്ലർക്ക് പ്രിലിംസിൻ്റെ ഒരു പ്രീവിയസ് ഇയർ മെമ്മറി ബേസ്ഡ് റീസണിങ്ങിൻ്റെ പേപ്പർ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബോക്സ് ബേസ്ഡ് അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ബോക്സ് ഡി ഈസ് എക്സാക്ട്ലി അബവ് ബോക്സ് എ. ഡി എന്ന് പറയുന്ന ബോക്സ് എയുടെ എക്സാക്ട്ലി മേളിലാണ്. 3 ബോക്സ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ എ ആൻഡ് ഡി. എക്കും ഇക്കും ഇടയ്ക്ക് 3 ബോക്സ് ഉണ്ട്. ഇതും ഒരു പോസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ എക്കും ഇക്കും ഇടയ്ക്ക് 3 ബോക്സ് ഉണ്ട്. ഇതും ഒരു പോസിബിലിറ്റിയാണ്. ദെർ ആർ as many boxes placed above B as below C. ബിയുടെ മേലുള്ള ബോക്സുകളുടെ എണ്ണം സിയുടെ താഴെയുള്ള ബോക്സുകളുടെ എണ്ണം ഈക്വലാണ്. ഇതിനെ തന്നെ നമുക്ക് ബിയുടെ താഴെയുള്ള ബോക്സുകളുടെ എണ്ണം ഈക്വൽ ടു സിയുടെ മേലുള്ള ബോക്സുകളുടെ എണ്ണം നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി സി ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് അബവ് ഇ. സി ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് അബവ് ഇ. സി എന്ന് പറയുന്ന ബോക്സ് ഇയുടെ തൊട്ട് മേളിലാണ്. ആൻഡ് ബിലോ ഡി. ഡിയുടെ താഴെയാണ് സി വരിക. ഡിയുടെ താഴെയാണ് സി വരിക എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു പോസിബിലിറ്റി തെറ്റാവത്തില്ലേ? ഡിയുടെ താഴെയാണ് സി വരിക, അപ്പോൾ ഇത് വരത്തില്ല. ഫസ്റ്റ് പോസിബിലിറ്റി അപ്പോൾ കറക്റ്റായിട്ടുള്ളൂ. ഇനി ബോക്സ് ബി ഈസ് പ്ലേസ്ഡ് അറ്റ് ആൻ ഈവൻ നമ്പർ പ്ലേസ് വെൻ കൗണ്ടർ ഫ്രം ടോപ്പ് ടു ബോട്ടം. ബി ഒരു ഈവൻ പ്ലേസിലേ വരത്തുള്ളൂ. അതിൻ്റെ 3 places എബോവ് എച്ച്. എച്ചിൻ്റെ മേളിൽ 1 2 3 മൂന്നാമത്തെ പ്ലേസിലാണ് ബി വരത്തുള്ളൂ. ജി ഈസ് പ്ലേസ്ഡ് അഡ്ജസൻറ്റ് ടു സി. ജി സിയുടെ അടുത്തായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇടാൻ ബാക്കിയുള്ളത് ആരായിരിക്കും? 1 2 3 4 5 6 2 പേരും കൂടെ നമുക്ക് ഇനി ഇതിനകത്ത് ഇടാനുണ്ട്. ബി ഈവൻ പ്ലേസിലല്ലേ വരത്തുള്ളൂ. ബി ഒരു ഈവൻ പ്ലേസിലേ വരത്തുള്ളൂ. എച്ചിൻ്റെ മേളിൽ 1 2 3 തേർഡായിട്ടാണ് ബി വരത്തുള്ളൂ. ഇനി സപ്പോസ് 1 2 3 4 5 6. അപ്പോൾ ഇനി 2 പ്ലേസ് ഉള്ളത്, ഒന്നിൽ 2 ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ 2 താഴെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരെണ്ണം മേളിലും ഒരെണ്ണം താഴെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എച്ചിൻ്റെ മേളിലല്ലേ ബി വരത്തുള്ളൂ. എച്ചിന് ഞാനിപ്പോൾ ഈ ഒരു പ്ലേസിൽ ഇട്ട് കഴിഞ്ഞാൽ 1 2 3 തേർഡ് പ്ലേസിൽ ബി വരത്തില്ല. ഓക്കെ, അപ്പോൾ എച്ച് ഇവിടെ പോസിബിൾ അല്ല. പിന്നെ പോസിബിലിറ്റി എന്നുള്ളത് ഇവിടെ മാത്രമാണ് അല്ലേ? ഇത് ഈ ഒരു പ്ലേസ് മാത്രമേ എച്ച് പോസിബിൾ ഉള്ളൂ. 1 2 3 ഈ പ്ലേസിൽ ബി. മെയിലിൽ ഒരാളെയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ 8 പേര് കംപ്ലീറ്റ് ആകത്തില്ലേ? ഇനി വേറെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. സിയുടെ താഴെയുള്ള ആൾക്കാരുണ്ടോ ബിയുടെ മേലുള്ള ആൾക്കാരുണ്ടോ ഈക്വലാന്ന് പറഞ്ഞിട്ടില്ലേ? സിയുടെ താഴെ ഒരാൾ, ബിയുടെ മേളിലും ഒരാൾ. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇടാൻ ബാക്കിയുള്ളത് ABCD EFGH. ABCD EFGH. എഫിനും കൂടെ ഇടാൻ ബാക്കിയുള്ളൂ. ഓക്കെ, സോ ഇതാണ് അറേഞ്ച്മെൻറ്റ്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. Which clause is placed at the topmost position? ഏറ്റവും ടോപ്പ് പൊസിഷൻ ഉള്ള ആളാരാണ്? എഫ് ആണ്. എഫ് ഇസ് അറ്റ് ദ ബോട്ടം മോസ്റ്റ് പൊസിഷൻ. വിച്ച് ബോക്സ് ഇസ് ജസ്റ്റ് അബോവ് ഇറ്റ്? എഫ് ഏറ്റവും ബോട്ടം മോസ്റ്റ് ആണെങ്കിൽ എഫിനെ ഏറ്റവും ബോട്ടം മോസ്റ്റിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തൊട്ട് മേളിൽ ആരാന്ന് ചോദിച്ചിരിക്കുന്നത്? ആരായിരിക്കും? ഇ ആയിരിക്കും. അടുത്തത് നമ്പർ ഓഫ് ബോക്സസ് പ്ലേസ്ഡ് എബോവ് ജി ഇസ് സെയിം as ബിലോ. ജിയുടെ മേളിലുള്ള ബോക്സുകളുടെ എണ്ണം അതിന് വരുന്ന ജിയുടെ താഴെയുള്ള ബോക്സുകളാണ് എടുക്കുക. എത്ര? 2 ആണ്. അപ്പോൾ പിന്നെ 2 മേലുള്ള ആർക്കാണ്? ഡിക്കാണ്. അതെടുത്താൽ മതി. ഓക്കെ, അടുത്ത് ഇഫ് ബോക്സ് അറേഞ്ച് ഇൻ ആൽഫബറ്റിക് ഓർഡർ ഫ്രം ടോപ്പ് ടു ബോട്ടം ഹൗ മെനി ബോക്സസ് റിമെയിൻ അൺചേഞ്ച്ഡ്? ടോപ്പ് ടു ബോട്ടം ആൽഫബറ്റിക് ഓർഡർ അറേഞ്ച് ചെയ്യുക. A B C D E F G H. ഒരേ ഒരു ബോക്സേ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അടുത്തത് ഹൗ മെനി ബോക്സ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ജി ആൻഡ് എഫ്. ജിക്ക് എഫിനിടയ്ക്ക് എത്ര ബോക്സ് ഉണ്ടെന്ന് വെച്ചിരിക്കുന്നത്? ജിക്ക് എഫിനിടയ്ക്ക് 1 2 3 4 4 ബോക്സ്. 4 ബോക്സ്. ഓക്കെ, യെസ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കിട്ടിയത്. സീറ്റിംഗ് അറേഞ്ച് ബോക്സ് ബേസ്ഡ് അറേഞ്ച്മെൻ്റ് ആണ്. സോ അത് റെഗുലറായിട്ട് കാണാറുള്ളതാണ്. സോ എന്തായാലും കണ്ടവാന ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഡെയിലി മോക്ക് ചെയ്താൽ മതി. ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് വെച്ച് ചെയ്തു പോവുക. അതിൻ്റെ അകത്ത് എന്തായാലും ബോക്സ് ടൈപ്പ് പസിലുണ്ടാവും. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാവേ. ഇനിയുള്ളത് കോഡിംഗ് ആണ്. ഓക്കെ, കോഡിങ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എല്ലാ കോഡ്സും ആദ്യം കണ്ടുപിടിച്ച് വെക്കാം. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോഡ് കണ്ടുപിടിച്ച് പോയാലും മതി. ഇതിപ്പോൾ ക്ലർക്ക് പ്രിലിംസിൻ്റെ കോഡിങ് ആയതുകൊണ്ട് ഞാൻ കോഡ് ആദ്യം കണ്ടുപിടിക്കുന്നില്ല. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട്സ് എ കോഡ് ഫോർ ഫ്ലവർ? ഫ്ലവറിൻ്റെ കോഡ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ അവിടെ കിടക്കുന്നത് നോക്കാം. ഫ്ലവർ ഇവിടെയുണ്ട്, ഫ്ലവർ ഇവിടെയുണ്ട്,
അല്ലേ? രണ്ടിടത്ത് ഫ്ലവർ ഉണ്ട്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് സെൻറ്റൻസിലും കോമൺ ആയിട്ട് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലല്ലോ. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു കോഡ് എന്തായിരിക്കും? ഫ്ലവറിൻ്റെ കോഡായിരിക്കും. രണ്ടിലും കോമൺ ആയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് GT മാത്രമല്ലേ ഉള്ളൂ. സോ ഉറപ്പായിട്ടും ഫ്ലവറിൻ്റെ കോഡ് എന്തായിരിക്കും? ഫ്ലവറിൻ്റെ കോഡ് GT ആയിരിക്കും. ഓക്കെ, സിമിലാരിറ്റി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട്സ് എ കോഡ് ഫോർ ബ്ലൂമിങ് സ്പ്രിങ്? ബ്ലൂമിങ് സ്പ്രിങ്ങിൻ്റെ കോഡാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്ലൂമിങ് സ്പ്രിങ്. ബ്ലൂമിങ് സ്പ്രിങ് എവിടെയുള്ളത് നോക്കാം. ബ്ലൂമിങ് ഇവിടെയുണ്ട്, ബ്ലൂമിങ് സ്പ്രിങ് ഇവിടെയുണ്ട്. അപ്പോൾ ഡ്യൂറിങ്ങിൻ്റെ കോഡ് മാത്രം അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലൂമിങ് സ്പ്രിങ്ങിൻ്റെ കോഡായില്ലേ? ഓക്കെ ആണോ? ഡ്യൂറിങ്ങിൻ്റെ കോഡ് എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഡ്യൂറിങ്ങിൻ്റെ കോഡ് നമുക്ക് അതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടും അല്ലേ? അവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് ഡ്യൂറിങ് മാത്രമാണ്. അപ്പോൾ ഡ്യൂറിങ്ങിൻ്റെ കോഡ് ഏതായിരിക്കും? HV ആയിരിക്കും ഡ്യൂറിങ്ങിൻ്റെ കോഡ്. അത് മാറ്റിക്കഴിഞ്ഞാൽ KZQA, അത് ബ്ലൂമിങ് സ്പ്രിങ്ങിൻ്റെ കോഡായിരിക്കും. ഓക്കെ, KZQA അതായിരിക്കും ബ്ലൂമിങ് സ്പ്രിങ്ങിൻ്റെ കോഡ്. ഓക്കെ, അടുത്തത് വാട്ട്സ് എ കോഡ് LX സ്റ്റാൻഡ്സ് ഫോർ? LX എന്തിൻ്റെ കോഡാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? LX നമുക്ക് നോക്കാം. LX എവിടെ കിടക്കുന്നത്? LX ഇതുണ്ട്, ഇവിടെ മാത്രമേ LX ഉള്ളൂ. ഇവിടെ മാത്രമേ LX എന്ന് പറഞ്ഞ സാധനമുള്ളൂ. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഒരിടത്തും ഇല്ല. അപ്പോൾ അവിടെ മാത്രമുള്ള വേർഡ് അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, സ്പ്രിങ്, വിൻ്റർ, സീസൺ, ഫ്ലവർ. ഫ്ലവർ ഇവിടെ ഉണ്ട്, പറ്റത്തില്ല. സ്പ്രിങ് ഇവിടെ ഉണ്ട്, പറ്റത്തില്ല. അപ്പോൾ സ്പ്രിങ് പോയി, ഫ്ലവർ പോയി. വിൻ്റർ, സീസൺ. വിൻ്റർ ഇവിടെ ഉണ്ട്, സീസൺ മാത്രമല്ല അവിടെ ഇല്ലാത്തുള്ളൂ. അപ്പോൾ സീസണിൻ്റെ കോഡാണ് LX എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അടുത്തത് സീസൺ ഇസ് ഡ്യൂറിങ്, അതിൻ്റെ കോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സീസൺ ഇസ് ഡ്യൂറിങ്. സീസണിൻ്റെ കോഡ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, LX. ഇനി ഈസ് ഡ്യൂറിങ്ങിൻ്റെ കോഡും കൂടെ നമുക്ക് വേണം. ഓക്കെ, ഈസ് ഡ്യൂറിങ്ങിൻ്റെ കോഡും കൂടെ നമുക്ക് വേണം. ഇസിൻ്റെ കോഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, കാരണം ഇസ് അവിടെ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വേണ്ടത് ഈസ് ബ്ലൂമിങ് കോഡേ അല്ലേ? ഈസ് ഡ്യൂറിങ് കോഡാണ് നമുക്കിനി വേണ്ടത്. ഓക്കെ, ഇസിൻ്റെ കൂടെ അവിടെ നിന്ന് കിട്ടും, കാരണം ഇസ് അവിടെ മാത്രമല്ലേ ഉള്ളൂ. ഫ്ലവർ ബ്ലൂമിങ് ബാക്കി എല്ലായിടത്തും ഉണ്ടാവും അല്ലേ? അതേതാന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഇവിടെ മാത്രമുള്ള കോഡ് ഏതാന്ന് നോക്കിയാൽ മതി. GT SJ KZ. GT ഇവിടെ ഉണ്ട്, അത് പറ്റത്തില്ല. SJയും KZ നോക്കുമ്പോഴത്തേനും രണ്ടും വേറെ സ്ഥലത്തും ഇല്ല അല്ലേ? GT SJ KZ. KZ ഇവിടെ ഉണ്ട്, അപ്പോൾ GTയും കട്ടായി, KZയും കട്ടായി. SJ മാത്രമാണ് ഇവിടെയുള്ള കോഡ് അല്ലേ? അപ്പോൾ SJ ആയിരിക്കും ഇസിൻ്റെ കോഡ്. ഓക്കെ, ഇസിൻ്റെ കോഡ് SJ ആണ്. ഇനി നമുക്ക് ഡ്യൂറിങ്ങിൻ്റെ കോഡും കൂടെ കിട്ടിയാൽ പോരെ. ഡ്യൂറിങ്ങിൻ്റെ കോഡ് ഇതുപോലെ തന്നെ സിമിലായിട്ട് വെച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഡ്യൂറിങ് എവിടെയുള്ളത് നോക്കി, ഇവിടെ മാത്രമേ ഡ്യൂറിങ് ഉള്ളൂ, വേറെ ഒരു സ്ഥലത്ത് എന്തില്ല, ഡ്യൂറിങ് ഇല്ല. ഓക്കെ, ഇവിടെയും കൂടെ ഡ്യൂറിങ് ഉണ്ട്. അപ്പോൾ രണ്ടിടത്ത് കോമൺ ഉള്ളതെന്ന് നോക്കിയാൽ മതി. ഓക്കെ, രണ്ടിടത്തിൽ കോമൺ ഉള്ളതായിട്ട് ഏതാണ്? HV QA KZ HV QA. ഓക്കെ, HV ആണ് ഡ്യൂറിങ്ങിൻ്റെ കോഡ് അല്ലേ? HV. അപ്പോൾ LX SJ SV ആയിരിക്കും ആൻസർ. യെസ്. ഓക്കെ, അടുത്ത റെയിനിൻ്റെ കോഡാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. റെയിൻ എവിടെയുള്ളത് നോക്കി. റെയിൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ റെയിൻ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ മാത്രമുള്ള കോഡ് ഏതാണെന്ന് നോക്കിയാൽ മതി. QEPX LT HV അല്ല, അത് നമുക്കിപ്പോൾ കിട്ടിയായിരുന്നു. QEPX LT. PX ഇവിടെയുണ്ട്, അതുകൊണ്ട് PX വരത്തില്ല. QV എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. QVയും LTയും ഇത് രണ്ടും ഒരു സ്ഥലത്തുമില്ല. ഓക്കെ ആണോ? അതായത് റെയിനിൻ്റെയും ഫാളിൻ്റെയും കോഡ് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നിൽ QV ആയിരിക്കും, അല്ലെങ്കിൽ LT ആയിരിക്കും. ഏതാ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? QV അല്ലെങ്കിൽ LT. അതിൻ്റെ അകത്ത് LT മാത്രമേ ഇവിടെ ഉള്ളൂ, QV അവിടെ ഇല്ല. സോ LT ആയിരിക്കും ആൻസർ. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോവാം. സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ്, പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ്. വായിച്ചു നോക്കുക. ഓക്കെ, അടുത്തത് പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ്. വായിച്ചു നോക്കുക.
10 പേരാണ് 2 പാരലലായിട്ട് ഇരിക്കുന്നത്. ഓരോരുത്തർ 5 പേര്. റോ 1 PQRST നോർത്തിലോട്ടാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ റോ 1 PQRST നോർത്തിൽ നോക്കിയിരിക്കും. റോ 2 GHI JK അവർ സൗത്തിൽ നോക്കിയിരിക്കും. S ഇറ്റ്സ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് ക്യൂ. എസ് താഴെയാണ് ഇരിക്കുന്നത്, തേർഡ് ടു ലെഫ്റ്റ് ഓഫ് ക്യൂ. അങ്ങനെയാണെങ്കിൽ എസിൻ്റെ തേർഡ് ടു റൈറ്റിൽ ക്യൂ ആയിരിക്കും. 1 2 3 ഇവിടെ ആയിരിക്കും ക്യൂ ഇരിക്കുക. ക്യൂവിൻ്റെ തേർഡ് ടു ലെഫ്റ്റിൽ എസ് ഉണ്ട്. യെസ്. ഇനി 1 person between S and 1 who faces H. എസ്സിനും എച്ചിനെ ഫേസ് ചെയ്യുന്ന ആൾക്കൂടേക്ക് ഒരാളുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 1 2 3 4 5 6 താഴെ 6 പേരായി പോകും. അപ്പോൾ ഇങ്ങനെ വരത്തില്ല. എസ്സിനും എച്ചിനെ ഫേസ് ചെയ്യുന്ന ഇടയ്ക്ക് ഒരാൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കൺഫേം ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് I sit second right of J. Q does not face J. ഓക്കെ, ജെയുടെ സെക്കൻഡ് റൈറ്റിലാണ് ഐ ഇരിക്കുന്നത്, പക്ഷേ ജെ ക്യൂവിനെ ഫേസ് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ഐ സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് ജെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ജെനെ ഞാനിപ്പോൾ ഇവിടെ ഇട്ടാൽ സെക്കൻഡ് റൈറ്റിൽ ഐ വരത്തില്ല, ജെനെ ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ജെനെ ഇവിടെ ഇടാം, ജെയുടെ സെക്കൻഡ് റൈറ്റിൽ ഐ. ഓക്കെ ആണോ? 5 പേര്. Q does not face J. Okay. T faces the one who sits second to the right of K. T faces the one who sits second to the right of K. Kയുടെ സെക്കൻഡ് റൈറ്റിലുള്ള ആളെയാണ് ടി ഫേസ് ചെയ്യുന്നത്. കെയുടെ സെക്കൻഡ് റൈറ്റിലുള്ള ആളാണ് ടി ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കെനെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല, സെക്കൻഡ് റൈറ്റിൽ ആരും വരത്തില്ല. അപ്പോൾ കെനെ നമുക്ക് ഇവിടെ ഇടാം. കെയുടെ സെക്കൻഡ് റൈറ്റിലുള്ള ആളെയാണ് ടി ഫേസ് ചെയ്യുന്നത്. ഓക്കെ, പി സിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ആർ. പി സിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ആർ. അപ്പോൾ എല്ലാവരും ആയില്ലേ? GHI JK. GHI JK. ഇപ്പോൾ എല്ലാവരും ആയിട്ടുണ്ട്. ഇതാണ് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു ഈസ് സിറ്റിംഗ് അറ്റ് 1 end of row 2. റോ 2 മേളിലുള്ളതല്ലേ, മേളിലുള്ളതിൻ്റെ ഒരെൻഡിലുള്ളത് ഐയും കെയും ആണ്. ഐ ഇവിടെ ഉണ്ട്, ഇതാണ് ആൻസർ. ഹൂ സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് പി. പിയുടെ സെക്കൻഡ് റൈറ്റിൽ ആരാണ് ഇരിക്കുന്നത്? പിയുടെ സെക്കൻഡ് റൈറ്റിൽ ടി ആണ് ഇരിക്കുന്നത്. ഹൂ ഈസ് ഇറ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ക്യൂ. ക്യൂവിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആരാണ് ഇരിക്കുന്നത്? ക്യൂവിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് കെ ആണ് ഇരിക്കുന്നത്. 4 of the following file like in a certain way. ഓക്കെ, ഓടും കണ്ടുപിടിക്കുക. IP KQG. IPKQ. അപ്പോൾ ജി ആണ് ഓടുകയാണ്. ഹൗ മെനി പേഴ്സൺ ബിറ്റ്വീൻ ആർ ആൻഡ് എസ്. ആറിന് എസിനിടയ്ക്ക് എത്ര ആൾക്കാരുണ്ട്? ആറിന് എസിനിടയ്ക്കും ഒരാളുണ്ട്. യെസ്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഓക്കെ, ഈ തന്ന നമ്പേഴ്സിനകത്ത് നമ്പർ സീരീസിലുള്ള അതേ ഡിസ്റ്റൻസിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൗണ്ട് ചെയ്താൽ മതി. 9 കഴിഞ്ഞാൽ പിന്നെ 10 15 12 അങ്ങനെ കൗണ്ട് ചെയ്ത് പോവുക. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്പേഴ്സ് ഒന്നും അടുത്ത് വരത്തില്ല അല്ലേ. 2 എടുക്കുക. 2 3 4 ഒന്നുമില്ല. 2 എടുത്താൽ പിന്നെ 3 4 5 6 7 8 9 ആരുമില്ല. 4 എടുക്കുക. 4 5 6 ആരുമില്ല. 4 5 6 7 8 9 10 ആരുമില്ല. ഇനി 8 എടുക്കുക. 8 9 10 11 ആരുമില്ല. 8 9 10 11 ആരുമില്ല. 3 എടുക്കുക. 4 5 6 7 3 എടുക്കുക. 4 5 6 7 ആരുമില്ല. 1 എടുക്കുക. 2 3 4 ഉണ്ട്. 1 എടുക്കുക. 2 3 4 ആരുമില്ല. അപ്പോൾ ഒരു പേര് കിട്ടിയിട്ടുണ്ട്. 1 കഴിഞ്ഞാൽ പിന്നെ 2 3 4 അതൊക്കെയാണ്. പിന്നെ 6 എടുത്താൽ 7 അതൊക്കെ. 6 7 8 9 10 11 12 ആരുമില്ല. 7 8 9 10 11 ആരുമില്ല. അങ്ങോട്ടും ആരുമില്ല. 5 കഴിഞ്ഞാൽ പിന്നെ 6 7 8 9 ആരുമില്ല. മൊത്തം എത്ര പേഴ്സുണ്ട്? 2 പേര്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സിലോയിസാണ്. ഓൾ ഫ്ലവർ ആർ പ്ലാന്റ്. എല്ലാ ഫ്ലവറും പ്ലാന്റ് ആണ്. ഓൺലി എ ഫ്യൂ പ്ലാന്റ് ആർ ട്രീ. ഓൺലി എ ഫ്യൂ പ്ലാന്റ് ആർ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോ ട്രീ ഈസ് എ റിവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സം ഫ്ലവർ ആർ ട്രീ.
സൺഫ്ലവർ ആർ ട്രീ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, ആവാം ആവാതിരിക്കാം. സോ ഇത് അൺകൺഫേം ആണ്. സം പ്ലാന്റ് ആർ നോട്ട് ട്രീ. സം പ്ലാന്റ് ആർ നോട്ട് ട്രീ. പ്ലാന്റിൻ്റെ കുറച്ച് ഭാഗത്ത് ട്രീ വരത്തില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, പ്ലാന്റിൻ്റെ ഈ ഒരു പോർഷനിൽ മാത്രമേ ട്രീ വരുള്ളൂ. ഓക്കെ, ഈ ബാക്കിയുള്ള പോർഷൻ അതൊരു ട്രീക്ക് വരാൻ പറ്റത്തില്ല. സോ ഇത് കൺഫേം ആണ്. സോ ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത് ഓൺലി എ ഫ്യൂ പെൻ ആർ പെൻസിൽ. ഓൺലി എ ഫ്യൂ പെൻസിൽ ആർ ഇറേസർ. നോ ഇറേസർ ഇസ് എ ബുക്ക്. സം പെൻസിൽ ഇസ് എ ബുക്ക്. സം പെൻസിൽ ഇസ് എ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പെൻസിൽ കൺഫേം ആയിട്ട് ബുക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺഫേം ആയിട്ട് ബുക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ നോ ബുക്ക് സേ പെൻസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പെൻസിൽ ബുക്ക്, പെൻസിൽ ബുക്ക്. സം പെൻസിലെ ബുക്ക് എന്നും പറയാൻ പറ്റത്തില്ല, നോ പെൻസിലെ ബുക്ക് എന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് ഈതർ കേസാണ്. ഇത് ശരിയാണെങ്കിൽ ഇത് തെറ്റാണ്, ഇത് ശരിയാണെങ്കിൽ ഇത് തെറ്റാണ്. സോ ഇത് ഈതറാണ് ആൻസർ വരിക. ഓക്കെ, അടുത്തത് കോംപ്ലിമെൻ്ററി പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. യെസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ആൽഫ ന്യൂമറിക് സീരീസ് ആണ്. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഈസ് 11th ഫ്രം ദ റൈറ്റ് എൻഡ്. വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് 11th ഫ്രം ദ റൈറ്റ് എൻഡ്. റൈറ്റ് എൻഡിൽ നിന്ന് 11ാമത് കിടക്കുന്ന ആരാന്നല്ലേ വെച്ചിരിക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 ആൻഡാണ് ആൻസർ. അടുത്തത് ഹൗ നമ്പേഴ്സ് ആർ ജസ്റ്റ് ഫോളോഡ് ബൈ ലെറ്റർ. നമ്പർ കഴിഞ്ഞിട്ട് ലെറ്റർ വരണം. ഓക്കെ, നമ്പർ കഴിഞ്ഞിട്ട് ലെറ്റർ വരണം. ഇത് 0 ആണേ. ഓ എന്ന് പറയുന്നത് 0 ആണ്. നമ്പർ കഴിഞ്ഞിട്ട് ലെറ്റർ വരണം. ഓക്കെ, ലെഫ്റ്റ് സൈഡ് നോക്കി പോവാം. നമ്പേഴ്സ് നോക്കി പോയാൽ മതി. നമ്പർ കഴിഞ്ഞ ലെറ്റർ, നമ്പർ കഴിഞ്ഞ ലെറ്റർ, നമ്പർ കഴിഞ്ഞ ലെറ്റർ, നമ്പർ കഴിഞ്ഞ ലെറ്റർ. അപ്പോൾ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ഓക്കെ, 3 പേരിലാണ് നമ്പർ ചെയ്യുമ്പോൾ തന്നെ ലെറ്റർ ഉള്ളത്. അടുത്ത് ഹൗ മെനി സിമ്പിൾസ് ആർ ജസ്റ്റ് പ്രൊസീഡഡ് ബൈ നമ്പർ. സിമ്പിളിൻ്റെ തൊട്ട് മുമ്പ് നമ്പർ വരണം. അപ്പോൾ നമ്പർ കഴിഞ്ഞ് എവിടെയൊക്കെ സിമ്പിൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമ്പർ കഴിഞ്ഞ് എവിടെയൊക്കെ സിമ്പിൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, പിന്നെ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. വേറെ എവിടെയല്ലോ, ശ്രദ്ധിച്ചോണേ, ശ്രദ്ധിച്ച് ചെയ്യണം. അത് തെറ്റിപ്പോവും. നമ്പർ കഴിയുമ്പോൾ തന്നെ സിമ്പിൾ വരണം. അപ്പോൾ എത്ര പേരുണ്ട്? 4 പേർ. അടുത്തത് ഓൾ ദ നമ്പേഴ്സ് ആർ മാറ്റിക്കഴിഞ്ഞാൽ 4th ടു ദ റൈറ്റോ 5th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റിൻ്റെ നിന്ന് 5th കിടക്കുന്നതിൻ്റെ 4th ടു ദ റൈറ്റ്. അപ്പോൾ ലെഫ്റ്റിൻ്റെ നിന്ന് 9th കിടക്കുന്ന ആരാന്ന് നോക്കിയാൽ മതി. പക്ഷേ നമ്പേഴ്സ് കൗണ്ട് ചെയ്യരുത്. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് 9th, നമ്പേഴ്സ് കൗണ്ട് ചെയ്യരുത്. അപ്പോൾ നോക്കി, ഇത് ആക്ച്വലി ഇത് 0 ആണ്. ഇത് കൗണ്ട് ചെയ്യൽ 0 ആണ്. ഇത് കൗണ്ട് ചെയ്യൽ 9th ഫ്രം ദ ലെഫ്റ്റ്. 1 2 3 4 5 6 7 8 9. സോറി, പേഴ്സൻ്റേജ് ആയിരിക്കും ആൻസർ വരിക. നമ്പേഴ്സ് കൗണ്ട് ചെയ്യരുത്. 9th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. 1 2 3 4 5 6 7 8 9. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഈസ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് 4 and 5. 4ൻ്റെ 5ൻ്റെയും എക്സാക്ട്ലി മിഡിലുള്ള എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4ഉം 5 എവിടെ കിടക്കുന്നത് നോക്കാം. 4 ഇവിടെയാണ്, 5 ഇവിടെയാണ്. അതിനിടയ്ക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 എലമെൻറ്റ്സ് ഉണ്ട്. ആ 17 എലമെൻറ്റ്സിനകത്ത് ഒരെണ്ണം നടുക്കിട്ടാൽ അപ്പുറം ഇപ്പുറം 8 പേര്. അപ്പോൾ 8 പേര് കഴിഞ്ഞ് അടുത്ത ആളായിരിക്കും ആൻസർ. ഇവിടെ നിന്ന് തുടങ്ങാം. 1 2 3 4 5 6 7 8. അത് കഴിഞ്ഞിട്ട് അപ്പുറമുള്ളത് ഐ ആണ്. സോ ഐ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? അടുത്തതിനകത്തോട്ട് പോവാം. ഒരു 3 ജനറേഷൻ ഫാമിലിയിൽ 8 പേരുണ്ട്. ജെയ്സ് ഫാദർ ഓഫ് ബി. ജെയ്സ് ഫാദർ ഓഫ് ബി.
ആൻഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് എച്ച്. അപ്പോൾ ജെ എന്ന് പറയുന്ന ആൾ എച്ചിൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടെയാണ്. ഓക്കെ. ജി ഈസ് ദ ഫാദർ ഇൻ ലോ ഓഫ് എച്ച് പേരൻറ്റ്. എച്ചിൻ്റെ പേരൻറ്റിൻ്റെ ഫാദർ ഇൻ ലോ ആണ് ജി. അപ്പോൾ എച്ചിൻ്റെ പേരൻറ്റിൻ്റെ പാർട്ട്ണർ ഫാദറാണ് ജി എന്ന് പറയുന്നത്. ഓക്കെ. ജി ഈസ് എ ഫാദർ ഇൻ ലോ ഓഫ് എച്ച് പേരൻറ്റ്. എച്ചിൻ്റെ പേരൻറ്റിൻ്റെ ഫാദർ ഇൻ ലോ ആണ് ജി എന്ന് പറയുന്ന ആൾ. ഓക്കെ. അപ്പോൾ ഇത് മദറാണോ അതോ ഫാദറാണോ നമുക്കറിയത്തില്ല. ഓക്കെ. കെ ഈസ് സിസ്റ്റർ ഇൻ ലോ ഓഫ് ജീസ് ചൈൽഡ്. ജിയുടെ ചൈൽഡിൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് കെ എന്ന് പറയുന്നത്. ജിയുടെ ചൈൽഡിൻ്റെ സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയുടെ ചൈൽഡിൻ്റെ പാർട്ട്ണറിൻ്റെ സിസ്റ്റർ ആയിരിക്കണം കെ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ കെ സിസ്റ്ററാണ് ജിയുടെ ചൈൽഡിൻ്റെ സിസ്റ്റർ ഇൻ ലോ. പിന്നെ പറഞ്ഞിരിക്കുന്നത് കെ ഹാസ് എ ബ്രദർ ഹൂ ഹാസ് നോ ചൈൽഡ്. കെയ്ക്കൊരു ബ്രദറുണ്ട്, ആ ബ്രദറിന് ചൈൽഡ് ഉണ്ടാവരുത്. അപ്പോൾ ഇയാളാണ് ബ്രദറെങ്കിൽ ഇയാൾക്ക് ചൈൽഡ് ഉണ്ടല്ലോ. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് കൂടാതെ വേറൊരു ബ്രദറുണ്ട്, അയാൾക്ക് ചൈൽഡ് ഒന്നുമില്ല. ഓക്കെ. അതിലിപ്പോൾ ബി ആവാം, കാരണം ജെയുടെ ഒരു ചൈൽഡാണ് ബി എന്ന് പറയുന്നത്. അത് ആരാ നമുക്കറിയത്തില്ല. ഓക്കെ. ഇനി എഫ് ഈസ് സൺ ഇൻ ലോ ഓഫ് സീസ് ഫാദർ. സിയുടെ ഫാദറിൻ്റെ സൺ ഇൻ ലോ ആണ് എഫ്. സിയുടെ ഫാദറിൻ്റെ സൺ ഇൻ ലോ, അത് സീസ് ഫാദർ സണ്ണിൽ എഫ് ഈസ് സൺ ഇൻ ലോ ഓഫ് സീസ് ഫാദർ. അപ്പോൾ ഇത് സിയുടെ ഹസ്ബൻഡ് തന്നെയാണ് നിർബന്ധമൊന്നുമില്ല. ഓക്കെ ആണോ? സിയുടെ ഫാദറിൻ്റെ സൺ ഇൻ ലോ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ സിയുടെ ഹസ്ബൻഡ് തന്നെ ആവാം, അല്ലെങ്കിൽ സിയുടെ തന്നെ ഒരു സിബ്ലിങ്ങിനെ കെട്ടിയ ആളാവാം എഫ്. ഓക്കെ ആണോ? അതും പോസിബിളാണോ? ക്ലിയർ ആണോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, അതവിടെ നിൽക്കട്ടെ. ബി ഈസ് എ സിസ്റ്റർ ഓഫ് സി. സിയുടെ സിസ്റ്ററാണ് ബി എന്ന് പറയുന്നത്. ബി ഈസ് എ സിസ്റ്റർ ഓഫ് സി. സിയുടെ സിസ്റ്ററാണ് ബി. അപ്പോൾ ബി സിസ്റ്ററാണ്. ഓക്കെ. ബി ജെയുടെ ഡോട്ടറാണ്. അപ്പോൾ പിന്നെ സിയുടെ ഫാദർ എന്ന് പറയുന്ന ആരായിരിക്കും? ജെ ആയിരിക്കും. ഓക്കെ. ഓക്കെ. അപ്പോൾ ജെയുടെ തന്നെ മക്കളാണ് സിയും ബിയും. ഓക്കെ. ഓക്കെ. അപ്പോൾ സിയുടെ ഫാദറിൻ്റെ സണ്ണിലാണ് എഫ്. സിയുടെ ഫാദറിൻ്റെ സണ്ണിലാണ് എഫ്. കെയ്ക്കൊരു ബ്രദറുണ്ട്, അയാൾക്ക് ചൈൽഡ് ഇല്ല. ഓക്കെ. ബി സിസ്റ്റർ ഓഫ് സി. ബി സിയുടെ സിസ്റ്ററാണ്. ഓക്കെ. പി ഈസ് ദ ചൈൽഡ് ഓഫ് എഫ്സ് സിസ്റ്റർ ഇൻ ലോ. എഫിൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ ചൈൽഡാണ് പി എന്ന് പറയുന്നത്. എഫിൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ ചൈൽഡാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ എഫിൻ്റെ സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്നത് സി ആവാം ബി ആവാം, നമുക്കറിയത്തില്ല. ഓക്കെ. ഇനി ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ കൊണ്ടേ കൊള്ളിക്കണ്ടേ? അപ്പോൾ നോക്കിക്കോളൂ. ഇപ്പോൾ കറൻറ്റ് നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെക്ക് ഒരു മകനോ അല്ലെങ്കിൽ മകളോ ഉണ്ട്, കല്യാണം കഴിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് സൺ ആണോ ഗ്രാൻഡ് ഡോട്ടറാണെന്ന് അറിയത്തില്ല. എച്ച് ഉണ്ട്. ജെയുടെ മക്കളാണ് കെ. അതുപോലെ തന്നെ ജെയുടെ മക്കളാണ് സി, ജെയുടെ മക്കളാണ് ബി. ഇത്ര ആൾക്കാർ മക്കളാണ്. ഇനി സിയുടെ ഹസ്ബൻഡാണോ എഫ് എന്ന് അറിയത്തില്ല, അതോ ജെയുടെ വേറെ ഏതെങ്കിലും ആളുടെ ഹസ്ബൻഡാണോ എഫ്, അത് നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഫാമിലിയിൽ ഒരു മരുമകൻ എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത് എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് മിക്കവാറും ഇവിടെയും. ഓക്കെ. ഇവിടെ ആരാ വരുന്നത് നമുക്കറിയത്തില്ല. ഓക്കെ. ഇവിടെ ആരാ വരുന്നത് നമുക്കറിയത്തില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് കേക്കൊരു ബ്രദറുണ്ട്, അയാൾക്ക് ചൈൽഡൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. കേക്കൊരു ബ്രദറുണ്ട്, അയാൾക്ക് ചൈൽഡൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സി എന്ന് പറയുന്ന ആൾ എവിടെയെങ്കിലും ഇടണ്ടേ? ഓക്കെ ആണോ? ബി എന്തായാലും ഡോട്ടറാണല്ലേ. ബി ഡോട്ടറാണ്.
ഇനി സി എന്ന് പറയുന്ന ആളുടെ ജെൻഡർ നമുക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ ഇടുന്ന ആൾ ഉറപ്പായിട്ടും എന്തായിരിക്കണം? ഓക്കെ, ഇവിടെ കിടക്കുന്ന ആൾ ഉറപ്പായിട്ടും ഒരു ഫീമെയിൽ ആയിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇടാൻ ബാക്കിയുള്ളത് 2 പേരാണ്. 2 പേരാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് ബിയും ഒന്ന് സിയും ആണ്. അതിനകത്ത് ബിയെ നമുക്ക് ഇവിടെ കൊണ്ട് ഇടാൻ പറ്റത്തില്ല, കാരണം ബി എന്ന് പറയുന്ന ആൾ ഫീമെയിൽ ആണെന്നുള്ള കാര്യം കൺഫേം ആണ്. അപ്പോൾ ബിയെ നമുക്ക് ഇവിടെയും സിയെ നമുക്ക് അവിടെയും കൊണ്ടിടാം. ഓക്കെ ആണോ? ഇനി ഒരാളും കൂടെ ഉണ്ട്. പി ഈസ് എ ചൈൽഡ് ഓഫ് എഫ് സിസ്റ്റർ ഇൻ ലോ. എഫിൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ ചൈൽഡാണ് പി എന്ന് പറയുന്നത്. എഫിൻ്റെ സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്നത് ഇനി ഒരാൾ മാത്രമേ മിച്ചമുള്ളൂ, കെ ആണ്. കെയുടെ ചൈൽഡായിരിക്കും പി. ഓക്കെ ആണോ? ഇങ്ങനെയായിരിക്കും അറേഞ്ച്മെൻറ്റ് വരിക. സോ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലേസസ് എല്ലാം എഴുതി വെച്ചു. അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരും അവരുടെ റിലേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ഓരോ പോസിബിലിറ്റീസ് ആയിട്ട് ചെക്ക് ചെയ്യുകയാണ് ചെയ്തത്. ക്ലിയർ? നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാവേ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റൻ എന്താ വെച്ചിരിക്കുന്നത്? റിലേഷൻ ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു എച്ച്. പി വിത്ത് റെസ്പെക്ട് ടു എച്ച്, ആക്ച്വലി പി എച്ചും കസിൻസാണ്. കസിൻസ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. സോ കാനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്നല്ല, നൺ ഓഫ് ദീസ് എന്നാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, നൺ ഓഫ് ദീസ്. അടുത്തത്, ഹൂ ഇസ് ദ അങ്കിൾ ഓഫ് പി. പി എന്ന് പറയുന്ന ആളുടെ അങ്കിൾ. പി എന്ന് പറയുന്ന ആളുടെ അങ്കിൾ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, പിന്നെ എഫ് റെസ്പെക്ട് ടു സി റിലേഷൻ. എഫ് വിത്ത് റെസ്പെക്ട് ടു സി. എഫ് സിയുടെ ബ്രദർ ഇൻ ലോ ആണ്. ഓക്കെ, ബ്രദർ ഇൻ ലോ. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോവാം. ഓക്കെ, 7 persons go home on different days of week starting from Monday to Sunday. അപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. എ ഗോസ് ഓൺ ട്യൂസ്ഡേ. എയുടെ കാര്യം കൺഫേം ആണ്, ട്യൂസ്ഡേ. 3 ഗോട്ട് ബിറ്റ്വീൻ എ ആൻഡ് സി. എക്കും സിക്കും ഇടയ്ക്ക് 3 പേര്. സിയുടെ കാര്യം കൺഫേമായി. ജി ആൻഡ് സി അഡ്ജസ്റ്റൻറ്റ് ടു ഈച്ച് അതർ. അപ്പോൾ ജി ഇവിടെ വരാം, അല്ലെങ്കിൽ ജി ഇവിടെ വരാം. ഓക്കെ, നമ്പർ ഓഫ് പേഴ്സൺ ബിഫോർ ഡി സെയിം ആസ് ആഫ്റ്റർ ജി. ജിക്ക് ശേഷമുള്ളതും ബിഫോർ ഡി ഈക്വലാണ്. ജിക്ക് ശേഷം 2, ഇപ്പോൾ ഡിക്ക് മുമ്പും 2. ജിക്ക് ശേഷം ഒരാൾ, ജിക്ക് ശേഷം ആരുമില്ല, അപ്പോൾ ഡിക്ക് മുമ്പ് ആരുമില്ല. ബി ഗോസ് 2 days ആഫ്റ്റർ എഫ്. എഫ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്. എഫ് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബി വരുന്നത്. എഫ് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ബിക്ക് പോകാൻ പറ്റില്ല. എഫ് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ബിക്ക് പോകാൻ പറ്റില്ല. സോ ഈ ഇത് തെറ്റാണ്. രണ്ടാമത്തെയാണ് ശരി. എ ബി സി ഡി ഇ എഫ് ജി. എ ബി സി ഡി ഇ ഇട്ടിട്ടില്ല, എഫും ജി ഇട്ടിട്ടുണ്ട്. സോ ഇതാണ് കൺഫേം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫോളോയിങ് ഗോസ് ഓൺ ഫ്രൈഡേ. ഫ്രൈഡേ പോകുന്ന ആൾ ബി ആണ്. ഈ ഏത് ദിവസം പോകുന്നത് വെച്ചിരിക്കുന്നത്? ഈ പോകുന്ന ദിവസം തേഴ്സ്ഡേ ആണ്. ഇനി ഡി കെ എഫിനിടയ്ക്ക് എത്ര ആൾക്കാരുണ്ടെന്ന് വെച്ചിരിക്കുന്നത്? ഡി കെ എഫിനിടയ്ക്ക് ഒരാളേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏതാ കറക്റ്റ് എന്ന് വെച്ചിരിക്കുന്നത്? വെനസ്ഡേ ഡി, സാറ്റർഡേ സി. വെനസ്ഡേ ഡി അല്ല, സാറ്റർഡേ സി. അത് ഓക്കെയാണ്. യെസ്, ഏതാ കറക്റ്റ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗോസ് ഓൺ വെനസ്ഡേ. വെനസ്ഡേ ആരാ പോകുന്നത്? വെനസ്ഡേ പോകുന്ന ആൾ എഫ് ആണ്. യെസ്. ഓക്കെ, അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ ഒരു വേർഡിനകത്തുനിന്ന് ഫസ്റ്റ് 7th 8th 11th ലെറ്റേഴ്സ് എടുക്കണം. ഫസ്റ്റ് എ ആണ്. 2 3 4 5 6 7. 7th എൽ ആണ്. 8th ടി ആണ്. 9 8 9 10 11 ഇ. അപ്പോൾ എ എൽ ടി. ഇത്രയും ലെറ്റേഴ്സ് വെച്ചിട്ട് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചിരിക്കുന്നത്? ഒരു വേർഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ 3rd ലെറ്റർ ഫ്രം ദ ലെഫ്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്നും പറ്റത്തില്ലെങ്കിൽ പി മാർക്ക് ചെയ്യണം. ഒന്നിക്കുള്ള വേർഡ് പറ്റുമെങ്കിൽ ക്യൂ എന്ന് ആൻസർ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ലെറ്റേഴ്സ് ജമ്പിൾ ചെയ്ത് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. മീനിങ് ഫുൾ വേർഡ്സേ. ഇത് നമുക്ക് ലേറ്റ് എന്ന് പറയുന്ന വേർഡ് ആക്കാൻ പറ്റും. ടെയിൽ എന്ന് പറയുന്ന വേർഡ് ആക്കാൻ പാടില്ലേ? TALE LAT, ലേറ്റ് ആക്കാം. ടെയിൽ എന്ന് പറയുന്ന വേർഡ് ആക്കാം. ഓക്കെ, അപ്പോൾ മോർ ദാൻ 1 പറ്റുമെങ്കിൽ ആൻസർ ക്യൂ മാർക്ക് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. സോ ക്യൂ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത്. ഓക്കെ, 6 പേര് ലെക്ചർ അറ്റൻഡ് ചെയ്യും. വൺ ഓഫ് ദ അതർ നോട്ട് ഇൻ ദ സെയിം ഓർഡർ. ഡി അറ്റൻഡ്സ് മോർ ലെക്ചർ ദാൻ ബി.
ഡി ബിയേക്കാളും കൂടുതൽ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യും, ബട്ട് നോട്ട് ദ ഹയസ്റ്റ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഡി വരത്തില്ല. 2 ബിറ്റ്വീൻ ഡി ആൻഡ് ഡി, ഡിക്കും ഇക്കും ഇടയ്ക്ക് 2 പേരുണ്ട്. എഫ് മോർ ദാൻ എ, എഫ് മോർ ദാൻ എ ആണ്. 1 അറ്റൻഡ്സ് ലെക്ചർ ബിറ്റ്വീൻ സി ആൻഡ് എ, സിക്കും എക്ക് ഇടയ്ക്ക് ഒരാളുണ്ട്. സി ഡസ് നോട്ട് അറ്റൻഡ് മോർ നമ്പർ ഓഫ് ലെക്ചർ ദാൻ ബി, സി ബിയേക്കാളും കൂടുതലല്ല, അപ്പോൾ സി ബിയുടെ താഴെയായിരിക്കും. സി ഡസ് നോട്ട് അറ്റൻഡ് ദ ലീസ്റ്റ് ലെക്ചർ, സി ഏറ്റവും ലീസ്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ സി ഏറ്റവും ലീസ്റ്റ് അല്ല, അപ്പോൾ സിയുടെ താഴെ ഒരാളെങ്കിലും മിനിമം വേണം. ഡി ഏറ്റവും ടോപ്പല്ല, അപ്പോൾ ഡിയുടെ മുകളിലും മിനിമം ഒരാളെങ്കിലും വേണ്ട. ഓക്കെ, ഇനി എത്ര പേര് ബാക്കിയുണ്ട്? 1 2 3 4 5. ഇനി ഒരാളെയും കൂടെ നമുക്ക് ഇടയ്ക്കിടാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയും മിനിമം എന്തായാലും വേണം. ഡിയുടെ മുകളിൽ മിനിമം ഒരാൾ വേണം, സിയുടെ താഴെ മിനിമം ഒരാൾ വേണം. ഇനി ഒരാളും കൂടെ വേണം. അയാൾ എവിടെ വരും നമുക്കറിയത്തില്ല അല്ലേ. ചിലപ്പോൾ മുകളിലാവാം, താഴെയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കാവാം. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്നായിട്ട് നോക്കാം. ഡി മോർ ദാൻ ബി ബട്ട് നോട്ട് ദ ഹയസ്റ്റ്. 2 അറ്റൻഡ് ബിറ്റ്വീൻ ഡി ആൻഡ് ഡി. എഫ് മോർ ദാൻ എ. 1 person അറ്റ് ദ ലെക്ചർ ബിറ്റ്വീൻ സി ആൻഡ് എ. ഓക്കെ, സിക്ക് എക്കിടയ്ക്ക് ഒരാൾ വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുവാണ്, ആ പോസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പോകണം. സിക്ക് എക്കിടെ ഒരാൾ. അപ്പോൾ ഞാനത് മെയിലിട്ട് കഴിയുമ്പോൾ അത് എവിടെ വരുമെന്ന് നമുക്കറിയത്തില്ല അല്ലേ. സി കഴിഞ്ഞിട്ട് ഒരാൾ കഴിഞ്ഞിട്ട് എ അവിടെ വരുമോ, ബിയുടെ താഴെയാണ് എ വരുമോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയുടെ താഴെ 1 കഴിഞ്ഞിട്ട് എ ഇവിടെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ മിനിമം പോസിബിലിറ്റി വരുന്ന കേസസ് വേണം ആദ്യം ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, എനെ മേളിൽ എവിടെ വരുമെന്ന് നമുക്ക് അറിയത്തില്ലാത്തതാണ് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയുടെ താഴെ ഒരാൾ കഴിഞ്ഞിട്ട് എ. ഇപ്പോൾ കുഴപ്പമില്ല, കാരണം 2 3 4 5 6 പേരായിട്ടുണ്ട്. ഇനി ഈ കഴിഞ്ഞിട്ട് ഡിക്ക് വിക്കിടയ്ക്ക് 2 പേരുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഡിക്ക് വിക്കിടയ്ക്ക് 2 പേര്. അപ്പോൾ ഡിക്ക് വിക്കിടയ്ക്ക് 2 പേരാണെങ്കിൽ ഈനെ ഞാൻ ഇവിടെ ഇടുവാണ്. ഓക്കെ, ഡി കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞിട്ട് ഈനെ ഞാൻ ഇവിടെ ഇടുവാണ്. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ പറഞ്ഞിരിക്കുന്നത് എ കഴിഞ്ഞിട്ട് 1 സി. എ എഫിൻ്റെ മേളിൽ വരുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോറി, എഫ് എയുടെ മേളിൽ വരുന്ന പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെവിടെ കൊണ്ട് ഇടുന്നുള്ള കാര്യം ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ വീടാൻ ഭാഗത്തിന് നമ്പേഴ്സ് വെറുതെ ഇട്ടിട്ട് കൊടുത്ത് നോക്കിപ്പോയാൽ മതി. ഓക്കെ, സോ മിക്കവാറും ഇത് തന്നെയായിരിക്കണം ആൻസർ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ടില്ലേ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് നോക്കുക. ഡി മോർ ദാൻ ബി ബട്ട് നോട്ട് ദ ഹയസ്റ്റ്. 2 ബിറ്റ്വീൻ ഡി ആൻഡ് ഡി, ഡിക്ക് ഇടയ്ക്ക് 2 പേര്. എഫ് മോർ ദാൻ എ, എഫ് മോർ ദാൻ എ ആണ്. 1 ബിറ്റ്വീൻ സി ആൻഡ് എ, സിക്ക് ഇടയ്ക്ക് ഒരാൾ. സി ബിനേക്കാളും മേളിൽ വരത്തില്ല, സി ലീസ്റ്റും അല്ല. ഓക്കെ, സോ ഇതാണ് ആൻസർ. ഫസ്റ്റ് നോക്കുക, ദ ഫോളോയിങ് അറ്റൻസ് തേർഡ് ഹൈസ്റ്റ് നമ്പർ. തേർഡ് ഹൈസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ബി ആണ്. ലെസ് നമ്പർ ഓഫ് ലെക്ചർ ദാൻ ബി. ഓക്കെ, ലെസ് നമ്പർ ഓഫ് ലെക്ചർ ദാൻ ബി, ജസ്റ്റ് ലെസ് ദാൻ ബി. ജസ്റ്റ് ലെസ് ദാൻ ബി ആരാണ്? സി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, the following pair of person attend highest and second smallest. highest and second smallest എന്ന് പറഞ്ഞാൽ highest F ആണ്, second smallest E ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ SBI ക്ലർക്ക് പ്രിലിംസിൻ്റെ റീസണിങ് പേപ്പറിൽ വരുന്നത്. നിങ്ങൾ കണ്ടു, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച് ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് സില്ലോജിസവും പിന്നെ നമുക്ക് ഇന്നിക്വാളിറ്റി ഉണ്ടായില്ലല്ലേ, സില്ലോജിസം പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് അവർ ഫില്ല് ചെയ്താണ് ചെയ്തത്. സോ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ചിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ ആദ്യം പോയിട്ട് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച് ഒഴിച്ചുള്ള ബാക്കി എല്ലാം ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം പസിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പിന്നെ ബ്ലഡ് റിലേഷൻ അതെല്ലാം ചെയ്യുക. ഓക്കെ, പസിൽസിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ആദ്യം പോയി ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യം തന്നെ എത്ര പസിൽസ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം ഓടിപ്പോയി നോക്കി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.